ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ SCERT ക്ലാസ്സിൽ നമുക്ക് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1 ആണ് പഠിക്കാനുള്ളത്. പാർട്ട് 1ൽ മൊത്തം 6 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററായ മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നോ എന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലാവുകയുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ആദ്യം തന്നെ രണ്ടാമത്തെ ചാപ്റ്ററായ മധ്യകാല ഇന്ത്യ സമൂഹം, വിഭവം, വിനിമയം എന്നുള്ള ഈ ഒരു ചാപ്റ്റർ നോക്കാം. ഇത് നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററായ മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ എന്നുള്ള ചാപ്റ്ററിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. ഒന്നാമത്തെ ചാപ്റ്റർ പഠിക്കാത്തവർ ആ ഒരു ചാപ്റ്റർ പഠിച്ചിട്ട് ഈ ഒരു ക്ലാസ് കാണുന്നതായിരിക്കും നല്ലത്. എന്നാൽ നമുക്ക് ഒരു ഓർഡറിൽ പഠിച്ച് മുന്നോട്ട് പോകാം. അതുപോലെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ഉടൻ തന്നെ ജോയിൻ ചെയ്യണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഓരോ ദിവസവും എടുക്കുന്ന ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാം ഓരോ ദിവസവും കണ്ടക്ട് ചെയ്യുന്നതാണ്. പിന്നെ റിവിഷൻ എക്സാമും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ ഉടൻ തന്നെ ജോയിൻ ചെയ്യാം. നമുക്ക് സമയം കളയാതെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. മധ്യകാല ഇന്ത്യ സമൂഹം, വിഭവം, വിനിമയം. നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററായ മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ എന്ന ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? മധ്യകാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു അല്ലേ? 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് മധ്യകാലഘട്ടം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഡൽഹി കേന്ദ്രമാക്കിയുള്ള ഭരണാധികാരികളുടെ ഭരണത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞതില്ലേ. ഡൽഹിയെ അധികാര കേന്ദ്രമായി തിരഞ്ഞെടുക്കാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ചത് എന്തൊക്കെയായിരുന്നു? അതിൻ്റെ ഭൂമിശാസ്ത്ര പ്രത്യേകതകളാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. എന്തൊക്കെയായിരുന്നു? ഡൽഹിയുടെ എന്താണ് പടിഞ്ഞാറ് വശത്ത് എന്താണ് ആരവല്ലി പർവ്വതനിരയുണ്ട്. അതുപോലെ എന്താണ് വടക്കു ഭാഗത്ത് എന്താണ് സിന്ധു ഗംഗാ സമതലമുണ്ട്. അതുപോലെ തെക്കു ഭാഗത്തായി യമുനാ നദിയുണ്ട്. ഇങ്ങനെയുള്ള വിവിധ ഭൂമിശാസ്ത്ര പ്രത്യേകതകളാണ് ഡൽഹിയെ അധികാര കേന്ദ്രമാക്കാൻ തിരഞ്ഞെടുക്കാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ചിരുന്നത്. ഇനി എന്താണ് തൊമര രാജാക്കന്മാരുടെ കാലത്താണ് അല്ലേ ഡൽഹി ആദ്യമായിട്ട് അധികാര കേന്ദ്രമായത് നമ്മൾ പഠിച്ചു അല്ലേ. തൊമര രാജാക്കന്മാരുടെ കാലത്താണ് ഡൽഹി ആദ്യമായിട്ട് അധികാര കേന്ദ്രമായത്. പിന്നെ നമ്മൾ പഠിച്ചത് തൊമര രാജാക്കന്മാരുടെ കാലത്ത് ഡൽഹി എന്താണ് ദില്ലിക എന്ന പേരിൽ അറിയപ്പെട്ടു എന്ന് പഠിച്ചു. പിന്നെ തൊമര രാജാക്കന്മാർക്ക് ശേഷം ചൗഹാൻ വംശമാണ് അവിടെ രാജഭരണം ആരംഭിച്ചത്. ഈ ചൗഹാൻ വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി പൃഥ്വിരാജ് ചൗഹാൻ ആയിരുന്നു അല്ലേ. അദ്ദേഹത്തെ കീഴടക്കിക്കൊണ്ട് നമ്മുടെ ഗോറിലെ മുഹമ്മദ് എന്താണ് അവിടെ ഡൽഹിയിൽ അധികാരം സ്ഥാപിക്കുകയാണ്. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? പിന്നീട് മുഹമ്മദിന് ശേഷം ആര് വന്നു? കുതുബുദ്ദീൻ ഐബക്ക് വന്നു. അതുപോലെ മംലൂക്ക് വംശം സ്ഥാപിക്കപ്പെട്ടു. പിന്നെ അതിനുശേഷം ഓരോ വംശങ്ങൾ വന്നു. അപ്പം എത്ര മുതൽ എത്ര പേര് ഈ ഒരു കാലഘട്ടം എന്താണ് സൽത്തനത്ത് കാലഘട്ടം എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. 1506 മുതൽ 1526 വരെയുള്ള കാലഘട്ടമാണ് സൽത്തനത്ത് കാലഘട്ടം എന്ന് പഠിച്ചു. ഈ ഒരു കാലത്ത് ഭരണം നടത്തിയിരുന്നവർ എന്താണ് അറിയപ്പെട്ടത്? സുൽത്താൻമാരെന്നും അറിയപ്പെട്ടു അല്ലേ. ഇനി എന്താണ് ഓരോരുത്തരുടെ ഓർഡർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ അലാവുദ്ദീൻ ഖൽജിയുടെയും മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെയും ഭരണകാലത്താണ് നമ്മുടെ സൽത്തനത്ത് ഭരണം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെന്താണ് പ്രധാനമായിട്ട് പഠിച്ചത്? 1526 പാനിപ്പത്ത് യുദ്ധം പഠിച്ചു. ആ ഒരു യുദ്ധത്തിൽ ആരൊക്കെയായിരുന്നു? ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയ ആരാണ്? ബാബറാണ് മുഗൾ ഭരണത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ എന്നായിരുന്നു 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നതെന്ന് പഠിച്ചു. പിന്നെന്താണ് ഈ മുഗൾ സാമ്രാജ്യം വിസ്തൃതമാക്കുന്നതിൽ ആരാണ് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത്? അക്ബറും ഔറംഗസേബും ആണ് അല്ലേ. പിന്നെന്താണ് മധ്യകാലഘട്ടത്തിൽ നമ്മുടെ പശ്ചിമേന്ത്യയിലും ദക്ഷിണേന്ത്യയിലൊക്കെ വ്യത്യസ്ത അധികാര കേന്ദ്രങ്ങളായിരുന്നു കേട്ടോ നിലനിന്നിരുന്നത്. ദക്ഷിണേന്ത്യയിൽ ഏതൊക്കെ നമ്മൾ പഠിച്ചത്? ചോളനഗരം, അതുപോലെ വിജയനഗരം, ബാഹ്മിനി, ഇത്രയൊക്കെയാണ് ദക്ഷിണേന്ത്യയിലെ അധികാര കേന്ദ്രങ്ങൾ. ഇനി പശ്ചിമേന്ത്യയിൽ ഏതായിരുന്നു? മറാത്തയായിരുന്നു അല്ലേ. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത് ബാബർ നാമയിലെ ഒരു ഭാഗമാണ്. ബാബർനാമ എന്താണ്? മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ബാബറിന്റെ ഒരു ഓർമ്മക്കുറിപ്പാണ് ബാബർനാമ. ഇതിൽ കുറച്ച് ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഹിന്ദുസ്ഥാൻ അത്ഭുതമുളവാക്കുന്ന ഭൂഭാഗമാണ്. മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് തികച്ചും വിഭിന്നമാണ്. ഇവിടുത്തെ പർവ്വതങ്ങൾ, നദികൾ, കാടുകൾ, മരുഭൂമികൾ എല്ലാം വ്യത്യസ്തമാണ്. ഇവിടുത്തെ മൃഗങ്ങൾ, ചെടികൾ, ജനങ്ങൾ, ഭാഷകൾ, മഴ, കാറ്റ് എല്ലാം വൈവിധ്യമാർന്നവയാണ്. അപ്പോൾ ബാബർനാമയിലെ കുറച്ച് ഭാഗം കൊടുത്തിട്ടുള്ളത് എന്താ? ഈ ബാബർനാമ വെച്ചാൽ എന്താണ്? മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ബാബറിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പാണ് ബാബർനാമ. ഇന്ത്യയിൽ അന്ന് നിലനിന്നിരുന്ന വൈവിധ്യങ്ങളും വിഭവങ്ങളെയൊക്കെ കുറിച്ചാണ് ഈ ഒരു വരികളിലൂടെ അദ്ദേഹം പറയുന്നത്. ഈ ഒരു വൈവിധ്യങ്ങളും വിഭവ സമൃദ്ധിയൊക്കെയാണ് മധ്യകാല ഇന്ത്യയിലേക്ക് അന്ന് സഞ്ചാരികളെ ആകർഷിച്ചത്.
ശരിക്കും അന്നത്തെ കാലത്ത് എന്തായിരുന്നു, ഒരു സഞ്ചാരികളുടെ ഒരു കേന്ദ്രമായിരുന്നു നമ്മുടെ ഇന്ത്യ. ഇനി കൃഷിയും കൈത്തൊഴിലും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഇതിലെന്താണ് കൊടുത്തിട്ടുള്ളത്? അൽ ബറൂനി എന്ന് പറഞ്ഞിട്ടുള്ള മധ്യേഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ഒരു സഞ്ചാരിയാണ് അൽ ബറൂനി. ഇദ്ദേഹത്തിൻ്റെ ഒരു യാത്രാ വിവരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും കന്നുകാലികളെ മേയ്ക്കുന്നതിനും ഭരണാധികാരികൾക്ക് ഭൂമിക്കരവും മേച്ചിൽക്കരവും കൊടുക്കണം. ഇതുപോലെ തന്നെ കച്ചവട വരുമാനങ്ങളിൽ നിന്ന് നികുതി അടക്കണം. വരുമാനത്തിൻ്റെ 1/6 ഭാഗം നാടിൻ്റെ സംരക്ഷണത്തിനായി ഉപയോഗിക്കേണ്ടതാണ്. ഇത് അന്നത്തെ ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യത്തെ പറ്റിയാണ് അൽ ബറൂനി വിവരിക്കുന്നത്. ഇത് എവിടെ നിന്ന് വന്ന സഞ്ചാരിയാണ്? മധ്യേഷ്യയിൽ നിന്ന് വന്ന സഞ്ചാരിയായിരുന്നു അൽ ബറൂനി. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ധാന്യങ്ങളും കൃഷി ചെയ്യുന്നതിനും കന്നുകാലികളെ മേയ്ക്കുന്നതിനും ഭരണാധികാരികൾക്ക് ഭൂമിക്കരവും മേച്ചിൽക്കരവും കൊടുക്കണം. ഇതുപോലെ തന്നെ കച്ചവട വരുമാനങ്ങളിൽ നിന്ന് നികുതി അടയ്ക്കണം. വരുമാനത്തിൻ്റെ 1/6 ഭാഗം നാടിൻ്റെ സംരക്ഷണത്തിനായി ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ മധ്യേഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള അൽ ബറൂനി എന്നുള്ള സഞ്ചാരിയുടെ ഒരു വിവരണമാണ് ഇവിടെ കൊടുത്തത്. മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. പരുത്തി, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, നീലം, കരിമ്പ് തുടങ്ങിയവയായിരുന്നു അക്കാലത്തെ പ്രധാന വിളകൾ. അപ്പോൾ മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്തായിരുന്നു? കൃഷിയായിരുന്നു. എന്തൊക്കെയായിരുന്നു അവർ കൃഷി ചെയ്തിരുന്നത്? പരുത്തി, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, നീലം, കരിമ്പ് തുടങ്ങിയവയായിരുന്നു അക്കാലത്തെ പ്രധാന വിളകൾ. കൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷി ഇറക്കാത്തതുമായ ഭൂമി അക്കാലത്ത് ഇന്ത്യയിൽ ധാരാളം ഉണ്ടായിരുന്നു. ഇത്തരം ഭൂമിയിൽ ആദ്യമായി കൃഷി ചെയ്യുന്നവർക്ക് അതിൻ്റെ ഉടമാവകാശം ലഭിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് ഭൂമി ഉണ്ടായിരുന്നു, കൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷി ഇറക്കാത്തതുമായിട്ട്. ഇത്തരം ഭൂമിയിൽ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് അതിന് ഉടമാവകാശം ലഭിച്ചിരുന്നു. ഇപ്രകാരം കൃഷിഭൂമിയുടെ ഉടമാവകാശം നേടാൻ ഉത്സാഹശീലരായ കർഷകർ ശ്രമിച്ചു. കാർഷിക പുരോഗതിക്കായി ഭരണാധികാരികൾ സ്വീകരിച്ച നടപടികൾ ശ്രദ്ധിക്കൂ. അപ്പോൾ അന്നത്തെ കാലത്തെ ഭരണാധികാരികൾ കൃഷിക്ക് അനുകൂലമായിട്ട് സ്വീകരിച്ച നടപടികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു? ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി, വിത്തുകൾ വിതരണം ചെയ്തു, നികുതി ഇളവുകൾ നൽകി. അപ്പോൾ ഭരണാധികാരികൾ കർഷകർക്കായിട്ട് ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു, അതുപോലെ വിത്തുകൾ വിതരണം ചെയ്തു, നികുതി ഇളവുകൾ നൽകി. മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുത്തു. ഈ സമ്പ്രദായം സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇഖ്ത എന്നും മുഗൾ കാലഘട്ടത്തിൽ ജാഗിർദാരി എന്നും അറിയപ്പെട്ടു. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണേ. എന്താണ് ഇഖ്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുത്തു. സൽത്തനത്ത് കാലഘട്ടത്തിൽ ഈ ഒരു സമ്പ്രദായത്തെ ഇഖ്ത എന്നാണ് അറിയപ്പെട്ടത്. സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇഖ്ത എന്നും മുഗൾ കാലഘട്ടത്തിൽ ഈ ഒരു സമ്പ്രദായം ജാഗിർദാരി എന്നുമാണ്. മുഗൾ കാലഘട്ടത്തിൽ ഈ ഒരു സമ്പ്രദായം ജാഗിർദാരി എന്നും അറിയപ്പെട്ടു. അപ്പോൾ മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുത്തിരുന്നു. ഈ ഒരു സമ്പ്രദായം സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇഖ്ത എന്നും അതുപോലെ മുഗൾ കാലഘട്ടത്തിൽ ജാഗിർദാരി എന്നും അറിയപ്പെട്ടു. ഇവിടെ കൊടുത്തതാണ് കർഷകർ ജലസേചനത്തിന് ഉപയോഗിച്ചിരുന്ന ജലചക്രത്തിൻ്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുത്തത് ഒരു ചർക്കയുടെ ചിത്രമാണ്. നെയ്ത്തും മറ്റു കൈത്തൊഴിലുകളുമായിരുന്നു പട്ടണങ്ങളിലെ പ്രധാന തൊഴിൽ. പട്ടണങ്ങളിൽ നെയ്ത്തും കൈത്തൊഴിലുകളുമായിരുന്നു പട്ടണങ്ങളിലെ പ്രധാന തൊഴിൽ. ഗ്രാമീണ ജനത ഉൽപ്പാദിപ്പിച്ച പരുത്തിയും നീലവും പട്ടുനൂലും നെയ്ത്തു വ്യവസായത്തെ ശക്തമാക്കി. ഇന്ത്യൻ നെയ്ത്തുകാർ വ്യത്യസ്ത ഗുണത്തിലും നിറത്തിലുമുള്ള വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. പട്ട്, പരുത്തി, കമ്പിളി എന്നിവ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. തുണി നെയ്ത്തിന് പുതിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചു. നൂൽക്കാനുള്ള ചർക്കയും നെയ്ത്തിനുള്ള തറികളും അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. തുണികളിൽ ചായം മുക്കുന്നതിന് നീലവും നിറക്കൂട്ടുകളും ഉപയോഗിച്ചു. ഇന്ത്യൻ തുണിത്തരങ്ങൾ ലോക പ്രശസ്തി നേടി. നഗരങ്ങളും വാണിജ്യവും എന്നുള്ളൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെത്തിയ ഇറ്റാലിയൻ സഞ്ചാരിയായിട്ടുള്ള നിക്കോളോ കോണ്ടിയുടെ വിജയനഗരത്തെക്കുറിച്ചിട്ടുള്ള ഒരു വിവരണമാണ് ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിക്കോളോ കോണ്ടി ഇന്ത്യയിലെത്തിയ ഇറ്റാലിയൻ സഞ്ചാരിയാണ് നിക്കോളോ കോണ്ടി. അദ്ദേഹം എന്താണ് പറയുന്നത്? വിജയനഗരം എന്ന മഹാനഗരി കീക്കാം തൂക്കായ മലനിരകൾക്ക് അരികിലാണ്. നഗരത്തിൽ ആകർഷകമായ ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ട്. സമ്പൽ സമൃദ്ധിയുടെ കേദാരമായ ഈ നഗരത്തിലെ അങ്ങാടികളെല്ലാം വില പിടിച്ച വസ്തുക്കളെ കൊണ്ട് നിറഞ്ഞവയാണ്. അപ്പം നിക്കോളോ കോണ്ടിയുടെ ഒരു വിവരണമാണ്. ഇദ്ദേഹം ഇറ്റാലിയൻ സഞ്ചാരിയാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? വിജയനഗരം എന്ന മഹാനഗരി കീക്കാൻ തൂക്കായ മലനിരകൾക്കരികിലാണ്. നഗരത്തിൽ ആകർഷകമായ ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ട്. സമ്പൽ സമൃദ്ധിയുടെ കേദാരമായ ഈ നഗരത്തിലെ അങ്ങാടികളെല്ലാം വില പിടിച്ച വസ്തുക്കളെ കൊണ്ട് നിറഞ്ഞവയാണ്. അപ്പോൾ കൃഷിയിൽ മാത്രമല്ല വാണിജ്യത്തിലും അന്നത്തെ കാലത്ത് ഇന്ത്യ വളരെ മുന്നിലായിരുന്നെന്നാണ്
നമുക്ക് ഇതിലൊക്കെ കാണാൻ കഴിയുന്നത്. കാർഷിക രംഗത്തെ പുരോഗതി വാണിജ്യം അഭിവൃദ്ധിപ്പെടാനുള്ള സാഹചര്യമൊരുക്കി. ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ, തുണിത്തരങ്ങൾ, തുകൽ, രത്നങ്ങൾ, ചന്ദനം, ലോഹങ്ങൾ, മുത്ത്, ആനക്കൊമ്പ് തുടങ്ങിയവ പുറം നാടുകളിൽ പ്രിയമുള്ള വിഭവങ്ങളായിരുന്നു. എന്തൊക്കെയാണ് ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ, തുണിത്തരങ്ങൾ, തുകൽ, രത്നങ്ങൾ, ചന്ദനം, ലോഹങ്ങൾ, മുത്ത്, ആനക്കൊമ്പ് തുടങ്ങിയവ? ഈ വിഭവങ്ങളാണ് വ്യാപാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി കച്ചവടക്കാർ മധ്യകാലത്ത് ഇന്ത്യയിലെത്തി. ഇന്ത്യയുമായി വ്യാപാരം നടത്തിയ പുറം നാട്ടുകാർ ആരെല്ലാമായിരുന്നു? ആരൊക്കെയായിരുന്നു ഇന്ത്യയുമായി വ്യാപാരം നടത്തിയ പുറം നാട്ടുകാർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ചൈനക്കാർ, അറബികൾ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. ആരൊക്കെയായിരുന്നു? ചൈനക്കാർ, അറബികൾ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. ഇവരൊക്കെ ആയിരുന്നു ഇന്ത്യയുമായി വ്യാപാരം നടത്തിയ പുറം നാട്ടുകാർ. ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് കാലിക്കോയും കാലിക്കറ്റും. കോഴിക്കോട് നിന്ന് പരുത്തി തുണിത്തരങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ഈ തുണിത്തരങ്ങൾ യൂറോപ്യൻ വിപണിയിൽ കാലിക്കോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കോഴിക്കോടിനെ യൂറോപ്യന്മാർ കാലിക്കറ്റ് എന്നാണ് വിളിച്ചത്. അപ്പോൾ കോഴിക്കോട് നിന്ന് പരുത്തി തുണിത്തരങ്ങളൊക്കെ മറ്റു സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ഈ തുണിത്തരങ്ങൾ യൂറോപ്യൻ വിപണിയിൽ എന്താണ് അറിയപ്പെട്ടിരുന്നത്? കാലിക്കോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കോഴിക്കോടിനെ യൂറോപ്യന്മാർ എന്താണ് വിളിച്ചത്? കാലിക്കറ്റ് എന്നാണ് വിളിച്ചത്. ഇനി ഒരു 2 ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേൽ എന്താണ്? വലിയ ജനസംഖ്യയും നിറഞ്ഞ സമ്പത്തുമുള്ള നഗരങ്ങളാണ് ഇന്ത്യയിലുള്ളത്. നഗരങ്ങളുടെ തെരുവോരങ്ങൾ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ കമ്പോളങ്ങളാണ്. വർണ്ണാഭമായ പട്ടണങ്ങളാണ് ഡൽഹിയും ദൗലത്താബാദും. ഇബ്നു ബത്തൂത്ത പറഞ്ഞതാട്ടത് എന്തൊക്കെയാണ്? വലിയ ജനസംഖ്യയും നിറഞ്ഞ സമ്പത്തുമുള്ള നഗരങ്ങളാണ് ഇന്ത്യയിലുള്ളത്. നഗരങ്ങളുടെ തെരുവോരങ്ങൾ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ കമ്പോളങ്ങളാണ്. വർണ്ണാഭമായ പട്ടണങ്ങളാണ് ഡൽഹിയും ദൗലത്താബാദും. ഇനി എന്താണ്? ആഗ്രയും ഫത്തേപൂർ സിക്രിയും അഹമ്മദാബാദും ലോകത്ത് തന്നെ വലിയ നഗരമായ ലണ്ടനേക്കാൾ വലുതാണ്. ഡൽഹി ആവട്ടെ വലുതും സമ്പന്നവുമായ നഗരവും. റാൽഫിച്ച് പറഞ്ഞതാട്ടോ. ആരാണ് ഇബ്നു ബത്തൂത്ത? ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കോ സഞ്ചാരിയാട്ടോ. മൊറോക്കോ സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. അതുപോലെ തന്നെ ആരാണ് റാൽഫിച്ച് എന്ന് നോക്കാം. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരിയാണ് റാൽഫിച്ച്. അപ്പോൾ രണ്ടാളും ഓരോരോ കാലഘട്ടത്തിലാണ്. സൽത്തനത്ത് കാലഘട്ടത്തിലാണ് ഇബ്നു ബത്തൂത്ത നമ്മുടെ ഇന്ത്യ സന്ദർശിച്ചത്. റാൽഫിച്ച് മുഗൾ കാലഘട്ടത്തിലാണ് നമ്മുടെ ഇന്ത്യ സന്ദർശിച്ചത്. ആരായിരുന്നു? ഇബ്നു ബത്തൂത്ത ഒരു മൊറോക്കോ സഞ്ചാരിയായിരുന്നു. റാൽഫിച്ച് ഒരു ഇംഗ്ലീഷ് സഞ്ചാരിയുമായിരുന്നു. ഇവർ രണ്ടുപേരുടെയും വിവരണമാണ് ഇവിടെ കൊടുത്തത്. ഈ 2 സഞ്ചാരികളുടെ വിവരണങ്ങളിലും ഇന്ത്യയിലുണ്ടായിരുന്ന നഗരങ്ങളിലെ പ്രത്യേകതകളെ കുറിച്ചാണ് പറയുന്നത്. ഉൽപാദന കേന്ദ്രങ്ങളെയും ചന്തകളെയും കേന്ദ്രീകരിച്ചാണ് നഗരങ്ങൾ വളർന്നു വന്നത്. ഇത്തരത്തിൽ വളർന്നു വന്ന നഗരങ്ങളാണ് ധാക്ക, പൈത്താൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുര തുടങ്ങിയവ. കൈത്തൊഴിലുകാർ, വ്യാപാരികൾ, ഉദ്യോഗസ്ഥർ, പരിചാരകർ, അടിമകൾ തുടങ്ങിയവരായിരുന്നു ഇവിടുത്തെ നഗരവാസികൾ. ഉൽപാദന കേന്ദ്രങ്ങളെയും ചന്തകളെയും കേന്ദ്രീകരിച്ചാണ് നഗരങ്ങൾ വളർന്നു വന്നത്. ഇത്തരത്തിൽ വളർന്നു വന്ന നഗരങ്ങളാണ് ഏതൊക്കെ? ധാക്ക, പൈത്താൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുര തുടങ്ങിയവ. കൈത്തൊഴിലുകാരും വ്യാപാരികളും ഉദ്യോഗസ്ഥരും പരിചാരകരും അതുപോലെ അടിമകളൊക്കെ ആയിരുന്നു ഇവിടുത്തെ നഗരവാസികൾ. ഇനി എന്താണ്? മധ്യകാല ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞൊരു ഭൂപടം കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കാണാം ഏതൊക്കെയാണ്? ഡൽഹി, ആഗ്ര, അതുപോലെ അഹമ്മദാബാദ്, മുർഷിദാബാദ്, കൊൽക്കത്ത, ധാക്ക, സൂറത്ത്, പൈത്താൻ, ഹംപി, കാഞ്ചീപുരം, മഹാബലിപുരം, ഉറയൂർ, തഞ്ചാവൂർ, മധുര ഇതൊക്കെ നമുക്ക് കാണാം. അതുപോലെ നമ്മുടെ കേരളത്തിൽ നിന്ന് കോഴിക്കോട്, കൊച്ചി, കൊല്ലം ഇവയൊക്കെ എന്താണ്? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു അന്നത്തെ കാലത്ത്. മധ്യകാലഘട്ടത്തിൽ ഇതൊക്കെയായിരുന്നു പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. അടുത്തത് തൊഴിൽ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ബെർണിയറുടെ കുറച്ച് വിവരണമാണ് കൊടുത്തിട്ടുള്ളത്. ബെർണിയർ ആരായിരുന്നു? ഒരു ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു അല്ലേ ഇദ്ദേഹം. ബെർണിയർ ഒരു ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു. ഇദ്ദേഹം എന്താ പറയുന്നത്? കാർഖാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. ഒരു മുറിയിൽ മേൽനോട്ടക്കാരനു കീഴിൽ ചിത്രത്തുന്നൽ നടത്തുന്നവരെ കാണാം. മറ്റൊന്നിൽ സ്വർണ്ണപ്പണിയെടുക്കുന്നവരെ, ചായം പൂശുന്നവരും ചെരുപ്പുണ്ടാക്കുന്നവരും വെവ്വേറെ മുറികളിൽ പണി ചെയ്യുന്നുണ്ട്. അപ്പോൾ ബെർണിയർ തൊഴിൽ കേന്ദ്രങ്ങളെ പറ്റി പറയുന്ന ഒരു വാക്കാണ്. ഇദ്ദേഹം ഒരു ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു. അപ്പോൾ ബെർണിയറുടെ വിവരണത്തിൽ കാർഖാന എന്നൊരു വാക്കുണ്ട് അല്ലേ, ഇത് കൊടുത്തിട്ടുണ്ട്. ചെങ്കോട്ടയിലെ കാർഖാന ഒരു പെയിൻറ്റിംഗ് ആണിത്.
എന്താണ് ഈ കാർഖാന? ഈ ഒരു മധ്യകാലഘട്ടത്തിൽ മുഗൾ രാജാക്കന്മാരുടെയും അതുപോലെ പ്രഭുക്കന്മാരുടെയും ഒക്കെ കൊട്ടാരങ്ങളിലേക്കുള്ള വസ്തുക്കളൊക്കെ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന ഒരു കേന്ദ്രമാണ് കേട്ടോ കാർഖാനകൾ എന്ന് പറഞ്ഞാൽ. മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ഒക്കെ കൊട്ടാരങ്ങളിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന ഒരു കേന്ദ്രങ്ങളാണ് കാർഖാനകൾ എന്ന് പറഞ്ഞത് കേട്ടോ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണേ. എന്താണ്? മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ഒക്കെ കൊട്ടാരങ്ങളിലേക്കുള്ള വസ്തുക്കളൊക്കെ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന ഒരു കേന്ദ്രമാണ് കാർഖാനകൾ. അടുത്തത് ടവർണിയറിന്റെ ഒരു വിവരണം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലെയും ജനങ്ങളുടെ ജീവിത രീതിക്കും വസ്ത്രധാരണത്തിനും ഭക്ഷണ രീതിക്കും കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. ആവശ്യത്തിലേറെ വർണ്ണപ്പൊലിമയുള്ള വസ്ത്രം ധരിക്കുന്നവരെയും നാമമാത്രമായ വസ്ത്രം ധരിക്കുന്നവരെയും ഇവിടെയും കണ്ടു. അപ്പോൾ ടവർണിയർ ആരാണ്? മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ചൊരു ഫ്രഞ്ച് സഞ്ചാരിയാണ് കേട്ടോ ടവർണിയർ. ഇദ്ദേഹം ഇന്ത്യയിലെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലെയും ജനങ്ങളുടെ ജീവിത രീതിക്കും വസ്ത്രധാരണത്തിനും ഭക്ഷണ രീതിക്കൊക്കെ കാര്യമായ ഉണ്ടായിരുന്നു. ആവശ്യത്തിലേറെ വർണ്ണപ്പൊലിമയുള്ള വസ്ത്രം ധരിക്കുന്നവരെയും നാമമാത്രമായ വസ്ത്രം ധരിക്കുന്നവരെയും ഇവിടെ കണ്ടു എന്നാണ് ടവർണിയർ പറയുന്നത്. ഇദ്ദേഹം മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു. ഈ ഒരു വിവരണത്തിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാവുന്നത്? അന്നത്തെ കാലത്തും സാമ്പത്തികമായിട്ടുള്ളതും അതുപോലെ സാമൂഹികമായിട്ടുള്ള അസമത്വങ്ങൾ നിലനിന്നിരുന്നു നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഇവിടെ ടവർണിയറിന്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അന്നത്തെ കാലത്ത് സമൂഹത്തിൽ നിലനിന്നിരുന്ന കുറച്ച് വ്യവസ്ഥകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജാതി, ഉദ്യോഗം, സമ്പത്ത് തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയാണ് സാമൂഹിക പദവികൾ നിർണയിക്കപ്പെട്ടിരുന്നത്. അതുപോലെ രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉയർന്ന സാമൂഹിക പദവി അനുഭവിച്ചു. കൈത്തൊഴിലുകളിലും കൃഷിയിലും ഏർപ്പെട്ടിരുന്നവർ സമൂഹത്തെ താഴ്ന്ന തട്ടിലുള്ളവരായിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. സതി, ശൈശവവിവാഹം തുടങ്ങിയ അനാചാരങ്ങൾ നിലനിന്നിരുന്നു. അപ്പം അന്നത്തെ സാമൂഹിക ജീവിതത്തെ പറ്റിയാണ് പറയുന്നത്. ജാതി, ഉദ്യോഗം, സമ്പത്ത് തുടങ്ങിയവ അടിസ്ഥാനമാക്കിയാണ് സാമൂഹിക പദവികൾ നിർണ്ണയിക്കപ്പെട്ടിരുന്നത്. രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉയർന്ന സാമൂഹിക പദവി അനുഭവിച്ചു. കൈത്തൊഴിലുകളിലും കൃഷിയിലും ഏർപ്പെട്ടിരുന്നവർ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരായിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. സതി, ശൈശവവിവാഹം തുടങ്ങിയ അനാചാരങ്ങൾ ഈ ഒരു സമൂഹത്തിൽ അന്നും നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. അടുത്തൊരു ഹെഡിങ് ആണ് വിജ്ഞാന കേന്ദ്രമായ ഇന്ത്യ. അമീർ ഖുസ്രു പറഞ്ഞ കുറച്ച് വാക്കുകളാണ്. നമ്മൾ ഇന്ത്യക്കാർക്ക് ഏത് ഭാഷയിലും സംസാരിക്കാനാകും, എന്നാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഷ വഴങ്ങാൻ ബുദ്ധിമുട്ടാണ്. വിജ്ഞാന സമ്പാദനത്തിന് മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർ പോകുന്നില്ല. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇന്ത്യയിലേക്ക് വരികയാണ്. ചതുരംഗം, പഞ്ചതന്ത്ര കഥകൾ, സംഖ്യാശാസ്ത്രം എന്നിവ ലോകത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകളാണ്. അപ്പോൾ അമീർ ഖുസ്രു പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? നമ്മൾ ഇന്ത്യക്കാർക്ക് ഏത് ഭാഷയിലും സംസാരിക്കാനാകും, എന്നാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഷ വഴങ്ങാൻ ബുദ്ധിമുട്ടാണ്. വിജ്ഞാന സമ്പാദനത്തിന് മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർ പോകുന്നില്ല. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇന്ത്യയിലേക്ക് വരികയാണ്. ചതുരംഗം, പഞ്ചതന്ത്രം കഥകൾ, സംഖ്യാശാസ്ത്രം എന്നിവ ലോകത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകളാണ്. ചതുരംഗവും പഞ്ചതന്ത്രം കഥകളും സംഖ്യാശാസ്ത്രവും ഒക്കെ ലോകത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകളാണ്. ആരാണ് ഈ അമീർ ഖുസ്രു? ഇദ്ദേഹം സൽത്തനത്ത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു കവിയായിരുന്നു. ഉറുദു സാഹിത്യത്തിന്റെ പിതാവ് എന്നും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. ഇദ്ദേഹം എന്താണ് പറയുന്നത്? മധ്യകാലഘട്ടത്തിലെ ഇന്ത്യയുടെ വിജ്ഞാന പുരോഗതിയെക്കുറിച്ചാണ് ഇദ്ദേഹം ഈ ഒരു വാക്കുകളിലൂടെ പറയുന്നത്. മധ്യകാല ഇന്ത്യയിലും നിരവധി വിദ്യാകേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ വിദ്യാകേന്ദ്രങ്ങളിൽ അറിവ് തേടിയെത്തി. ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര, ഡൽഹി എന്നിവിടങ്ങളിലെ വിദ്യാകേന്ദ്രങ്ങൾ ഇവയിൽ ശ്രദ്ധേയമായിരുന്നു. പ്രധാനപ്പെട്ട വിദ്യാകേന്ദ്രങ്ങൾ അന്നത്തെ ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര, ഡൽഹി എന്നിവിടങ്ങളായിരുന്നു പ്രധാനപ്പെട്ട വിദ്യാകേന്ദ്രങ്ങൾ. ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നീ വിജ്ഞാന ശാഖകൾ അക്കാലത്ത് പുരോഗതി നേടി. ഭാസ്കരാചാര്യർ രചിച്ച ലീലാവതി ശ്രദ്ധേയമായ ഗണിതശാസ്ത്ര ഗ്രന്ഥമായിരുന്നു. നിരവധി കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. ജയ്പൂർ, ഡൽഹി, ഉജ്ജയിനി, ബനാറസ് എന്നിവിടങ്ങളിൽ വാന നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലുള്ളതാണ് പറയുന്നത്. ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നീ വിജ്ഞാന ശാഖകൾ അക്കാലത്ത് പുരോഗതി നേടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഭാസ്കരാചാര്യർ രചിച്ച ലീലാവതി ശ്രദ്ധേയമായ ഗണിതശാസ്ത്ര ഗ്രന്ഥമായിരുന്നു.
അപ്പോൾ ലീലാവതി എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം രചിച്ചതാരാണ്? ഭാസ്കരാചാര്യരാട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. നിരവധി കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. ജയ്പൂർ, ഡൽഹി, ഉജ്ജയിനി, ബനാറസ് എന്നിവിടങ്ങളിൽ വാന നിരീക്ഷണ കേന്ദ്രങ്ങളും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എവിടെയൊക്കെയാണ് വാന നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടത്? ജയ്പൂർ, ഡൽഹി, ഉജ്ജയിനി, ബനാറസ് എന്നിവിടങ്ങളിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത് ഒന്നുകൂടി നോക്കാം. എന്താണ്? മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് വന്ന സഞ്ചാരികളുടെ കുറിപ്പുകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലേ? ഈ ഒരു കുറിപ്പുകളൊക്കെ തന്നിട്ട് ഏതെങ്കിലും ഒന്ന് തന്നിട്ട് ഇത് ആരുടെ വിവരണമാണെന്നോ അങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു സഞ്ചാരിയുടെ പേര് തന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ രാജ്യം ഏതെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് പ്രസ്താവന ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. അതുപോലെ പിന്നെന്താണ്? കച്ചവടത്തിനായി നിരവധി വിദേശികൾ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ? അന്നപ്പോൾ ഏതൊക്കെ വിദേശികളാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെന്താണ്? കാർഷിക വാണിജ്യ പുരോഗതിക്കൊക്കെ വേണ്ടി സഹായങ്ങൾ ഭരണാധികാരികൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെ സഹായങ്ങളാണ് ചെയ്തു കൊടുത്തിട്ടുള്ളതെന്നും അതുപോലെ തന്നെ എന്താണ് ഇഖ്ത, അതുപോലെ എന്താണ് നമ്മൾ പഠിച്ചത്? ജാഗീർദാരി സമ്പ്രദായമൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണേ. അതുപോലെ പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്? മധ്യകാലഘട്ടത്തിൽ കൈത്തൊഴിലും കച്ചവട കേന്ദ്രങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം എല്ലാവരും നന്നായിട്ട് പഠിക്കണേ. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവർ ഉടൻ തന്നെ ജോയിൻ ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്